നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹോസ്ദുർഗ് മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങി. നവംബർ അവസാന വാരം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മിനി സിവിൽ സ്റ്റേഷൻ നാടിന് സമർപ്പിക്കും. ഹോസ്ദുർഗ് ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് സമാപനം. മേള നാടിന് ഉത്സവമായി. ബാർക്കോഴ വിവാദം. യുവജന സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുന്നു. കാഞ്ഞങ്ങാട് AIYF പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. കൃഷി അറിവുകൾ പങ്കുവയ്ക്കാൻ പ്രതിമാസ കർഷക പരിശീലന പരിപാടിക്ക് പള്ളിക്കരയിൽ തുടക്കമായി. ലീഡർ K. കരുണാകരൻ മെമ്മോറിയൽ യൂത്ത് മൂവ്മെന്റിന്റെ ഉത്തരമലബാർ സീനിയർ കബഡി ടൂർണമെന്റിന് വാഴുന്നോരോടെ ഒരുങ്ങി. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. റവന്യൂ ജില്ലാ കലോത്സവം തുടങ്ങും മുമ്പേ വിവാദവും തുടങ്ങി. കലോത്സവ വേദി ജില്ലാ പഞ്ചായത്ത് ഏകപക്ഷീയമായി തീരുമാനിച്ചതായി വലത് അധ്യാപക സംഘടനകളുടെ ആരോപണം. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങി. സംഘാടക സമിതി യോഗം നടന്നു. ഹോസ്ദുർഗിൽ നിർമ്മിച്ചു വരുന്ന മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം അന്തിമഘട്ടത്തിലായി. മിനുക്കുപണികളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങി. താലൂക്ക് ഓഫീസ്, RT ഓഫീസ്, സപ്ലൈ ഓഫീസ് തുടങ്ങിയ പ്രധാന സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിച്ചു തുടങ്ങും. അതേസമയം പഴയ താലൂക്ക് ഓഫീസ് കെട്ടിടം ചരിത്ര സ്മാരകമാക്കി നിലനിർത്താനാണ് തീരുമാനം. മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം നവംബർ അവസാന വാരത്തോടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ഉദ്ഘാടന ചടങ്ങിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. സംഘാടക സമിതി രൂപീകരണ യോഗം E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. സബ് കളക്ടർ K. ജീവൻ ബാബു അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. കൃഷ്ണൻ, നഗരസഭാ ചെയർപേഴ്സൺ K. ദിവ്യ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ, നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോടി, AV രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് PK ചന്ദ്രശേഖരൻ, അഡ്വക്കേറ്റ് ബാബുരാജ്, വിനോദ്, ബംഗളം കുഞ്ഞികൃഷ്ണൻ, KV കൃഷ്ണൻ, M. കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹോസ്ദുർഗ് ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് സമാപനം. കാഞ്ഞങ്ങാട് കടപ്പുറം പൂക്കോയത്തങ്ങൾ ALP സ്കൂളിലാണ് ശാസ്ത്രോത്സവം നടന്നത്. ജനപങ്കാളിത്തത്തോടെ നടന്ന ശാസ്ത്രോത്സവം കാണാൻ നൂറുകണക്കിന് ആളുകളാണ് കാഞ്ഞങ്ങാട് കടപ്പുറം ALP സ്കൂളിൽ എത്തിയത്. പ്രവൃത്തി പരിചയമേളയിൽ 25 ഇനങ്ങളാണ് മത്സരത്തിനായി ഉണ്ടായിരുന്നത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിന് 35 ഇനങ്ങളിലും മത്സരം നടന്നു. പ്രവൃത്തി പരിചയമേളയിൽ സെന്റ് ആൻസ് AUP സ്കൂൾ നീലേശ്വരം ജേതാക്കളായി. UP വിഭാഗത്തിൽ സെന്റ് ആൻസ് AUP സ്കൂളും വിജയികളായി. ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ വിഭാഗത്തിൽ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ വിജയികളായി. സാമൂഹ്യശാസ്ത്ര വിഭാഗത്തിൽ ഹോസ്ദുർഗ് ALP സ്കൂൾ ജേതാക്കളായി. UP വിഭാഗത്തിൽ മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക AUP സ്കൂൾ ജേതാക്കളായി. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ആധിപത്യം ഉറപ്പിച്ചു. IT മേളയിൽ UP വിഭാഗത്തിൽ കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളും വിജയികളായി. സമാപന സമ്മേളനം NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. വളരെ സമർത്ഥമായി, വളരെ നല്ല രീതിയിൽ ഇത് നടത്തി. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ് സാധാരണ ഇതുപോലെയുള്ള മേളകൾ നടത്തുമ്പോൾ ചില താളഭംഗങ്ങളും അപസ്തുതികളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിന് ഒരു അപവാദം എന്ന നിലയിൽ ഒരു അപസ്തുതിയും ഇല്ലാതെ ആരുടെ ഭാഗത്തും കാമ എന്ന ഒരു അക്ഷരം, ഒരു പ്രതിഷേധ സൂചകമായി ഇല്ലാതെ വളരെ സുഗമമായി ഇത് നടത്താൻ കഴിഞ്ഞു എന്നത് തന്നെ ഇപ്പോൾ ഇതിന്റെ സംഘാടകർ, ഇതിന്റെ വർക്കിംഗ് ചെയർമാനായാലും അതുപോലെ തന്നെ മാനേജറായാലും ഒക്കെ അവരുടെ സംഘടനാ പാഠവുമാണ് അതൊക്കെ വിളിച്ചു പോകുന്നത്. ഒന്നുകൂടി ഞാൻ അവരെ ആ കാര്യത്തിൽ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. DDEC രാഘവൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വാർഡ് കൗൺസിലർ NA ഖാലിദ് അധ്യക്ഷനായി. കൗൺസിലർമാരായ ഖദീജ മജീദ്, റഹ്മത്ത് മജീദ്, ഡോക്ടർ M. ബാലൻ, TR ജനാർദ്ദനൻ, കരുണാകരൻ മാസ്റ്റർ, അബ്ദുൾ സത്താർ, നസീർ മാസ്റ്റർ, അബ്ദുൾ ഷരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. KK രാഘവൻ സ്വാഗതവും KV പ്രസീത കുമാരി നന്ദിയും പറഞ്ഞു. റവന്യൂ ജില്ലാ കലോത്സവത്തിന് തിരിതെളിയും മുൻപേ വിവാദങ്ങൾക്ക് തിരിതെളിഞ്ഞു. കലോത്സവ വേദി ജില്ലാ പഞ്ചായത്ത് ഏകപക്ഷീയമായി തീരുമാനിച്ചതായി ആരോപിച്ച് വലത് അനുകൂല സംഘടനകൾ ജില്ലാ പഞ്ചായത്തിലെ യോഗം ബഹിഷ്കരിച്ചു. ഈ വർഷത്തെ കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വിളിച്ചു ചേർത്ത അധ്യാപക സംഘടനകളുടെ യോഗം ഒരു വിഭാഗം അധ്യാപകർ ബഹിഷ്കരിച്ചു. അധ്യാപക സംഘടനകളോട് ആലോചിക്കാതെ കലോത്സവ വേദി ജില്ലാ പഞ്ചായത്ത് ഏകപക്ഷീയമായി തീരുമാനിച്ചുവെന്നാരോപിച്ചാണ് വലത് അനുകൂല അധ്യാപക സംഘടനകൾ യോഗം ബഹിഷ്കരിച്ചത്. ചെറുവത്തൂർ ഉപജില്ലയിലെ കാടങ്കോട് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ വർഷത്തെ കലാമേള നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്.
എന്നാൽ അധ്യാപക സംഘടനകളോട് ആലോചിക്കാതെ ജില്ലാ പഞ്ചായത്ത് ഏകപക്ഷീയമായി തീരുമാനം കൈക്കൊള്ളുകയായിരുന്നുവെന്ന് വലത് അനുകൂല അധ്യാപക സംഘടനാ നേതാക്കൾ പറഞ്ഞു. അധ്യാപക സംഘടനകളും ജില്ലാ പഞ്ചായത്തും കൂടി തീരുമാനിക്കേണ്ട ജില്ലാ കലോത്സവത്തിന്റെ വേദി ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ച് അധ്യാപക സംഘടനകളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു നടപടിക്രമങ്ങളാണ് ജില്ലാ പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ വ്യക്തമായി പറയാനുള്ളത് അധ്യാപക സംഘടനകളെ മാനിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ബഹുജനങ്ങളെയും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം നല്ല കലാപരിപാടികളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനപ്പുറം അധ്യാപക സംഘടനകളെയും ബഹുജന വിഭാഗത്തെയും ഒക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നല്ല മേളയാക്കി മാറ്റുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് അധികാരികളുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ ചില കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ വേദി നിർണ്ണയിക്കാവൂ എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ബോധിപ്പിക്കാനുള്ളത്. KATF, HSTA, KSTU, KAMA, KHSTU, GSTU, KPSTU, HSSTA, AHSTA തുടങ്ങിയ സംഘടനകളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ ഏകപക്ഷീയമായ നടപടിയിൽ പ്രതിഷേധിച്ച് കലോത്സവത്തിന്റെ സംഘാടക സമിതി ഭാരവാഹി സ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചതായും പ്രതിഷേധക്കാർ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ തൃക്കരിപ്പൂർ MLA K. കുഞ്ഞിരാമൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP. ശ്യാമളാദേവി, വൈസ് പ്രസിഡന്റ് KS. കുര്യാക്കോസ് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബാർക്കോഴ വിവാദം. മന്ത്രി KM മാണിയുടെ രാജി ആവശ്യപ്പെട്ട് AIYF പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. കാഞ്ഞങ്ങാട് നഗരത്തിലാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ബാർ അഴിമതി പ്രശ്നത്തിൽ മന്ത്രി KM മാണിയുടെ രാജി ആവശ്യപ്പെട്ട് വിവിധ യുവജന സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുന്നു. AIYFന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനം നടന്നു. കാഞ്ഞങ്ങാട് നടന്ന പ്രതിഷേധ പ്രകടനത്തിന് രഞ്ജിത്ത് മടിക്കൈ, പ്രകാശൻ പള്ളിക്കാപ്പിൽ, M. ശ്രീജിത്ത്, രതീഷ് കണ്ണോത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ലീഡർ K. കരുണാകരൻ മെമ്മോറിയൽ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഉത്തരമലബാർ സീനിയർ കബഡി ഫെസ്റ്റ് 2014 സംഘടിപ്പിക്കുന്നു. വാഴൂർ റോഡിൽ വെച്ച് നടക്കുന്ന കബഡി ഫെസ്റ്റിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. K. കരുണാകരൻ മെമ്മോറിയൽ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ലീഡേഴ്സ് എവർ റോളിംഗ് ട്രോഫിക്കും ക്യാഷ് അവാർഡിനും വേണ്ടിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. വാഴൂർ വെച്ച് നടക്കുന്ന ഉത്തര മലബാർ സീനിയർ കബഡി ഫെസ്റ്റ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK. ശ്രീധരൻ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. ലീഡർ K. കരുണാകരൻ മെമ്മോറിയൽ യൂത്ത് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ നടക്കുന്ന ഉത്തര മലബാർ സീനിയർ കബഡി ഫെസ്റ്റ് 2014 കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഈ പ്രസംഗം വിളിച്ചെടുക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നായി ഏകദേശം 16ഓളം മികച്ച ടീമുകൾ അണിനിരക്കുന്ന കബഡി ടൂർണമെൻ്റാണ് നടക്കാൻ പോകുന്നത്. കബഡി ടൂർണമെൻറ്റിൽ വിന്നേഴ്സാവുന്ന ടീമുകൾക്ക് ബഹുമാന്യനായ ലീഡറുടെ നാമധേയത്തിൽ എവർ റോളിംഗ് ട്രോഫിയും തൃക്കരിപ്പൂർ മനീഷ് ആൻഡ് അസോസിയേറ്റ്സ് സ്പോൺസർ ചെയ്യുന്ന 15,000 രൂപ ക്യാഷ് അവാർഡ് നൽകുന്നതാണ്. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി, അനിൽ വാഴുന്നോറടി, സുധാകരൻ പനക്കോൽ, ഷാബിൻ K. A. സന്ദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ജലപ്പരപ്പിൽ കൈകൾ വിരിച്ച് ശാന്തമായി എത്ര നേരം വേണമെങ്കിലും വിശ്രമിക്കാൻ തീർത്ഥങ്കരയിലെ സുകുമാരന് കഴിയും. ജലശയനം നടത്തി നാട്ടുകാർക്ക് വിസ്മയമാവുകയാണ് ഈ 52കാരൻ. ഇരുപത്തിയേഴ് വർഷം മുമ്പ് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ക്ഷേത്രകുളത്തിൽ ജലശയനം പരിശീലിക്കുന്നത് കണ്ടാണ് അതിൽ താല്പര്യം തോന്നിയത്. തുടർന്ന് നിരന്തരമായ പരിശീലനവും ആത്മാർപ്പണവും കൊണ്ട് ഈ വിദ്യ സ്വായത്തമാക്കി. ശ്വാസക്രമീകരണം തന്നെയാണ് ജലശയനത്തിൽ പ്രധാനമെന്ന് സുകുമാരൻ പറയുന്നു.
25 വർഷം മുമ്പിട്ടാണ് ഇത് പഠിച്ചത്. അപ്പോൾ ഇപ്പം ഇത് അതുമാത്രമല്ല, ഇത് ഉദാഹരണത്തിന് ഇപ്പം ഒറ്റയ്ക്ക് ഒരു യാത്ര, ബോട്ട് യാത്രയോ തോണി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഓട്ടോടെ തോണിയോടെ സംഭവിച്ചു കഴിഞ്ഞാൽ കുറച്ച് നീന്താൻ പഠിച്ചിരുന്നത് സ്വയരക്ഷയ്ക്ക് നല്ല ഇത് ഐഡിയ ആണ്. വെച്ചാൽ നീന്താൻ കുറച്ച് നീന്താൻ അറിഞ്ഞാൽ മതി, എന്നാലും ഇത് പിടിച്ച് നിൽക്കാൻ പറ്റും. എത്ര ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ പോയി നമ്മളെ സ്വയം തടി രക്ഷപ്പെടുത്താൻ പറ്റും. തീർത്ഥങ്കരയിലാണ് താമസം. ഭാര്യ സുലോചന, നിതിൻ, നീതു എന്നിവർ മക്കളാണ്. ഡ്രൈവറായി ജോലി നോക്കുന്ന സുകുമാരന് ജലശയനം ഇപ്പോൾ ഇഷ്ടവിനോദമാണ്. കുളത്തിൽ ജലോപരിതലത്തിൽ നീണ്ടു നിവർന്ന് മണിക്കൂറുകളോളം കിടക്കാനുള്ള കഴിവ് നാട്ടുകാരിൽ കൗതുകമുണർത്തുന്നതാണ്. ജലോപരിതലത്തിൽ വിശ്രമവും കിടപ്പും. ആകാശ കാഴ്ചകളിൽ അലിഞ്ഞ് മനസ്സിനും ശരീരത്തിനും കുളിർമയും വിശുദ്ധിയും പകരാൻ ജലശയനം നല്ലതെന്ന് സുകുമാരന്റെ സാക്ഷ്യം. RSS അക്രമം ആരോപിച്ച് CPIMന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിലും പ്രതിഷേധ കൂട്ടായ്മ നടന്നു. കാസർകോട്ടെ CPM പ്രവർത്തകൻ മുരളിയുടെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ CPIMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മകൾ നടന്നു. പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം AK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി M പൊക്ലൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, P നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. പള്ളിക്കര പഞ്ചായത്തിൽ പ്രതിമാസ കർഷക പരിശീലന പരിപാടിക്ക് തുടക്കമായി. പനയാൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് പരിപാടി നടന്നത്. കൃഷിവകുപ്പ് ആത്മാ ഗ്രൂപ്പുകൾക്കായാണ് പരിശീലന പരിപാടി ഒരുക്കുന്നത്. കാർഷിക മേഖലയിലെ ഉൽപാദക വർധനവും വിഷരഹിതമായ പച്ചക്കറി കൃഷിയും ലക്ഷ്യമിട്ടാണ് ഇത്തരം പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രതിമാസ പരിശീലന പരിപാടി K കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇന്നത്തെ പ്രകൃതിയെ ചൂഷണം ചെയ്ത് പ്രകൃതി എല്ലാം നശിപ്പിക്കുന്ന നടപടി സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം വന്നതെന്ന് അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ ഒരു കാര്യമായി പറയേണ്ടതാണ്. ഏതായാലും നമ്മുടെ നാട്ടിലെ കാർഷിക വൃദ്ധി അല്ലെങ്കിൽ കൃഷി എന്ന് നമ്മുടെ നാട്ടിൽ കുറഞ്ഞു പോകുന്നു എന്നൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. എന്ത് പ്രസംഗിച്ചാലും കൃഷി ഡിപ്പാർട്ട്മെൻ്റല്ല, അതിന് മന്ത്രി തന്നെ ഈ കാര്യം നന്നായി നാട്ടിൽ വന്ന് പ്രസംഗിച്ചാലും നമ്മുടെ നാട്ടിൽ കൃഷി ഉൽപ്പാദനം കുറഞ്ഞു വരുന്നു എന്നൊരു വസ്തുതയാണ്. കൃഷിയെ ആശ്രയിച്ചിട്ട് മാത്രമാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മുമ്പേ ജീവിച്ചത്. ഇന്ന് കൃഷി വേണ്ട, മറ്റെന്തെങ്കിലും തരത്തിൽ കാശുണ്ടാക്കിയാൽ മതി, കാശ് ഉണ്ടെങ്കിൽ ജീവിക്കപ്പെടാം എന്നിടത്തേക്ക് എത്തിയത് കൊണ്ടാണ് കൃഷിയെ വേണ്ട എന്ന രീതി സംഭവിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ അധ്യക്ഷനായി. അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ് V മുരുകൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK മാധവി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജയൻ പനയാൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ KCK, വാർഡംഗം പത്മിനി, ഡോക്ടർ PR സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കൃഷി ഓഫീസർ K വേണുഗോപാലൻ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് നബീസത്ത് BV നന്ദിയും പറഞ്ഞു. പ്രിന്റേഴ്സ് ദിനാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീലേശ്വരത്താണ് പ്രധാന പരിപാടികൾ നടന്നത്. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രിന്റിംഗ് മേഖല കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇന്നും കല്ലച്ചിൽ ആരംഭിച്ച അച്ചുകൂടങ്ങൾ പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നു എന്നത് ആ മേഖലയിലുള്ളവർക്ക് വേണ്ടത്ര അറിവും വിവരവും ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ അത് എത്തിച്ചു കൊടുക്കുക എന്ന ഒരു ഉത്തരവാദിത്വം കൂടിയാണ് സംഘടന ഏറ്റെടുത്തിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് സിബി കൊടിക്കുന്നിന്റെ അധ്യക്ഷതയിൽ വത്സൻ പെല്ലിക്കോട് പ്രഭാഷണം നടത്തി. 1863 കോട്ടയത്ത് കേരളത്തിലെ ആദ്യ പ്രസ് സ്ഥാപിച്ച ഫാദർ ബെഞ്ചമിൻ ബേലിയുടെ ജന്മദിനമാണ് പ്രിന്റേഴ്സ് ദിനമായി ആചരിക്കുന്നത്. M ജയറാം, പത്മനാഭൻ K, N കേളുനമ്പ്യാർ, മുജീബ് അഹമ്മദ് തുടങ്ങിയവരും സംസാരിച്ചു. മധൂരിൽ സംഘടിപ്പിച്ച മദ്യവർജന യാത്ര ശ്രദ്ധേയമായി. മധൂർ ജൂനിയർ ബേസിക് സ്കൂളിലെ വിദ്യാർത്ഥികളും PTA-യും ചേർന്നാണ് യാത്ര സംഘടിപ്പിച്ചത്. മധൂർ ക്ഷേത്ര സമീപത്തു നിന്നും ആരംഭിച്ച യാത്ര NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സ്കൂൾ കുട്ടികൾ തെരുവു നാടകവും അവതരിപ്പിച്ചു.
ഞായറാഴ്ച നടക്കുന്ന രണ്ടാമത്തെ യാത്ര പറക്കലയിൽ നിന്നും ബ്രഹ്മശ്രീ വിഷ്ണു അസദാന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹൊസ്ദുർഗ് മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങി. നവംബർ അവസാന വാരം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മിനി സിവിൽ സ്റ്റേഷൻ നാടിന് സമർപ്പിക്കും. ഹൊസ്ദുർഗ് ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് സമാപനം. മേള നാടിന് ഉത്സവമായി. ബാർക്കോഴ വിവാദം. യുവജന സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുന്നു. കാഞ്ഞങ്ങാട് AIYF പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. കൃഷി അറിവുകൾ പങ്കുവയ്ക്കാൻ പ്രതിമാസ കർഷക പരിശീലന പരിപാടിക്ക് പള്ളിക്കരയിൽ തുടക്കമായി. ലീഡർ K. കരുണാകരൻ മെമ്മോറിയൽ യൂത്ത് മൂവ്മെന്റിന്റെ ഉത്തരമലബാർ സീനിയർ കബഡി ടൂർണമെന്റിന്റെ വാഴുന്നോരോടെ ഒരുങ്ങി. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. റവന്യൂ ജില്ലാ കലോത്സവം തുടങ്ങും മുമ്പേ വിവാദവും തുടങ്ങി. കലോത്സവ വേദി ജില്ലാ പഞ്ചായത്ത് ഏകപക്ഷീയമായി തീരുമാനിച്ചതായി വലത് അധ്യാപക സംഘടനകളുടെ ആരോപണം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.